ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? നമുക്കിത് ഇന്ന് ഈ ഒരു അടിപൊളി സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്നൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയാലോ? അപ്പോൾ നമ്മുടെ അല്ലൂസിൻ്റെ മൂടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. പക്ഷെ ഇന്നിപ്പോൾ ആൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ഇരുത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഈ ഒരു സാരി നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇക്ക കൊടുത്ത് വിട്ടതാട്ടോ. ഇതല്ല, കുറേ സാരി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഒരു വലിയ കവർ നിറയെ സാരികൾ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പഴയ സാരിയിലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ആൾ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കാണ്ട് തന്നെ എനിക്ക് ഇങ്ങടായിട്ട് തന്നതാട്ടോ. ഞാൻ മിക്കവരുടെ അടുത്തും അറിയുന്നവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെ സാരികളുണ്ടെങ്കിൽ തന്നോ എന്ന് പറയാറുണ്ട്. ഒത്തിരി പേര് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ചാക്ക് നിറയെ സാരികളാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ ഒരാൾ പറയാതെ തന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നതാണ് ഈ ഒരു സാരി. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെൻഡായിരുന്നു നമ്മുടെ നടുക്കുള്ള ആ പ്ലീറ്റ് വന്ന സ്ഥലത്ത് ഇങ്ങനെ ഡബിൾ കളർ, അതുപോലെ ആ ഡോട്ട് വന്ന ആ ഭാഗം നടുക്ക് പ്ലീറ്റ് വന്ന ആ ഭാഗം കേട്ടോ. അപ്പം ഞാൻ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാണ്. അതല്ലാതെ ആ ഡോട്ടില്ലാത്ത ഭാഗം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള ഭാഗമായിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി ഇത് ഇത്രയും ഭാഗമാണ് നമ്മൾ യോക്കിൻ്റെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞത് ഈ ഒരു യോക്ക് ഈ ഒരു മുന്താണിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പം അത് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം അത് നമുക്ക് ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു മോഡൽ പോലെ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എന്താകുന്ന ഒരു പിടുത്തമില്ല, ഒരു പരീക്ഷണം കൂടിയാണ്. ഞാൻ അങ്ങനെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഉഡായ്പ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല അത് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ റെഡി ആയിട്ടോ, എനിക്ക് സെറ്റായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മളിത് വളരെ ചെറിയ 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര പോലും സമയം വേണ്ട. പിന്നെ നമ്മുടെ ക്യാമറയൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടാണ് ഇത്രയും തന്നെ സമയം എടുത്തത് കേട്ടോ. ഞാൻ ഇതിന് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്താണിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻ ഇത്രയും ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗമാണ് യോക്കായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈനിങ്ങിന് ഞാൻ സെപ്പറേറ്റ് തുണി എടുക്കുന്നില്ല. അപ്പോൾ ഈ തുണി 4 തുണിയുണ്ട്. 4 പീസ് തുണിയെ 2ആയിട്ട് മടക്കിയതാണ് നിങ്ങൾ കാണുന്നത്. ഈ 4 പീസ് തുണി വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം നല്ല ക്ലോത്തും 2 എണ്ണം ലൈനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയായിട്ടാണ് 4 പീസ് തുണി ഞാൻ എടുത്തേക്കുന്നത്. അതിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്ക് ഒരു 3.5 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചുമായിട്ട് എടുക്കുകയാണ്. കാരണം നമുക്കൊരു നെക്ക് പോലത്തെ കീറി നിൽക്കുന്ന നെക്കാണ് വേണ്ടത്, ഹൈ നെക്കാണ് വേണ്ടത്. അപ്പോൾ അത്രയാണ് നെക്കിന് വിഡ്ത്ത് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം 3.5-4 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ലെങ്ത്താണ് ഞാൻ അധികം എടുക്കാത്തത് കേട്ടോ. അങ്ങനെ നെക്ക് കഴിഞ്ഞിട്ട് ഒരു 2.5 ഇഞ്ച് ഷോൾഡറിന് എടുത്തിട്ടുണ്ട്. ആ 2.5 ഇഞ്ചിന് താഴത്തേക്ക് ഒരു 7 ഇഞ്ചോളം ഞാൻ താഴത്തേക്കുള്ള ലെങ്ത്ത് എടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് അറ്റത്തുനിന്ന് ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 7ആണ്. 7 കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ സ്ട്രെയിറ്റ് വരയ്ക്കാം കേട്ടോ. എനിക്ക് എൻ്റെ ടോട്ടൽ വണ്ണം നമ്മൾ അളന്നെടുത്തേക്കണം ആ ക്ലോത്തിൻ്റെ കറക്റ്റാണ് കേട്ടോ. ഞാനത് അങ്ങനെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് അളന്നെടുത്തതായിരുന്നു. അത് കാരണം സൈഡിൽ നിന്നൊന്നും കട്ട് ചെയ്ത് വേറെ പോവണ്ട. ഇത്രയും ടോട്ടൽ വണ്ണം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അത്രയും ക്ലോത്ത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഷേപ്പ് ചെയ്ത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അല്ലൂസ് അതിൻ്റെ ഇടയ്ക്ക് അലമ്പുണ്ടാക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ടി വിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആൾക്കങ്ങോട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ താഴത്തെ ആ ഒരു ബ്ലൂ കസവ് ആ ഒരു ബോർഡർ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാണ്. അതെനിക്ക് അവിടെ ആവശ്യമില്ല, യോക്കിൻ്റെ അവിടെ. പിന്നെ നെക്ക് ഒരു ഏകദേശം റൗണ്ട് വെച്ചിട്ട് വരയ്ക്കുകയാണ്. അതേപോലെ ആം ഹോളും ഞാൻ ഏകദേശം വെച്ച് വരയ്ക്കുകയാണ്. എനിക്കിങ്ങനെ കൂടുതൽ അളവെടുത്ത് ഇതാവണത് എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണമാണ്, നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാട്ടോ ഈ ഒരു പഴയ സാരി എടുത്തേക്കുന്നത്. അത് കാരണം അത്രക്ക് ഇതായിട്ടൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ടും നമുക്ക് അങ്ങനെ മെഷർമെൻ്റ് എടുത്തൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ ഒരാളുടെയും കൂടി ഹെൽപ്പ് വേണം. ഒന്നാമത് നമ്മുടെ അല്ലൂസിനെ മാനേജ് ചെയ്തിട്ട് ഈ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അത് കാരണം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്.
വലിയ മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നിട്ട് പക്ഷേ ഇങ്ങനെ ചെയ്താലും സാധാരണക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, അതെനിക്കറിയാം. നമുക്ക് ബൂട്ടിക്കായിട്ടും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഷോപ്പൊക്കെ ആയിട്ട് നടത്തുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതല്ലാണ്ട് നമുക്ക് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റി വെട്ടുന്നുണ്ട്, കാരണം രണ്ട് സൈഡ് ഇങ്ങനെ തൂങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ഈ സൈഡിലേക്ക് കുറച്ച് കയറ്റി വെട്ടണം കേട്ടോ. താഴ്ഭാഗത്തെ കാര്യമാണ് പറയുന്നത്, യോക്കിൻ്റെ താഴ്ഭാഗം. അതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ചെറിയൊരു കേറിയല്ലേ നിൽക്കുന്നത്, അത് അങ്ങനെ വെട്ടണം. പിന്നെ ഇത് മടക്കിയിട്ടെങ്ങനെ തുണി ആയതുകൊണ്ട് സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ മേൽഭാഗം ഷോൾഡറിൻ്റെ അവിടെ ഞാനങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. കണ്ടോ, ഇപ്പോൾ അതേ 4 പീസ് തുണിയാണ് കിട്ടുക, കാരണം ഒരെണ്ണം നല്ല ക്ലോത്തും ഒരെണ്ണം അതിൻ്റെ അടിയിൽ അതേ സെയിം ക്ലോത്ത് തന്നെ വെക്കുന്നുണ്ട് ലൈനിങ് ആയിട്ട്. പുറത്തുനിന്ന് ലൈനിങ് വാങ്ങിക്കണ്ടല്ലോ, സാരി ആയതുകൊണ്ട് നമുക്ക് ക്ലോത്ത് ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ കണ്ടോ 4 പീസ് തുണിയാണ്, ഫ്രണ്ടിൽ 2 തുണി ബാക്കിൽ 2 തുണി. അപ്പോൾ നിഴലടിക്കില്ല, അങ്ങനെ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. സാരികളിൽ മിക്കതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ഇന്നത്തെ പരിപാടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങും നല്ല ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 പീസ് തുണി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ യോക്ക് പാർട്ടിൽ ഒരു ഡിസൈൻ വെക്കുകയാണ്, നമ്മുടെ മുന്താണിയുടെ ഭാഗത്ത് ആ ഒരു ക്ലോത്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് മേളിൽ നിന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ചോളം അടയാളപ്പെടുത്തിയിട്ട് പിന്നെ വിട്ട് ഒരു 4 ഇഞ്ച് അത്രയും എടുക്കുന്നുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ഒരു കർവ് ഇതിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. വരച്ച് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. സംഭവം ഉഡായിപ്പാണ്, സക്സസ് ആവാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല, പക്ഷേ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ട് ഞാനതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ കട്ട് ചെയ്യാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ വേറെ യൂട്യൂബിൽ പ്രിഫറൻസ് ഒന്നും നോക്കിയില്ല, എൻ്റേതായ ഒരു ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കണതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്, പിന്നെ പഴയ സാരി ആണല്ലോ എന്നോർത്തിട്ട് അങ്ങനെ. പിന്നെ എങ്ങാനും കൊളാവാണെങ്കിൽ അത് ബാക്കായിട്ട് എടുക്കാം, അപ്പം ബാക്ക് സൈഡ് ഫ്രണ്ടായിട്ട് എടുക്കാം, അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേ മുന്താണിയുടെ ഭാഗം ഞാൻ എടുത്തിട്ട് ആ കട്ട് ചെയ്ത പീസ് മേളിലേക്ക് വെക്കുകയാണ്. പിന്നെ മുന്താണി 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. 2ആയിട്ട് മടക്കി കഴിയുമ്പോൾ ആ മടക്ക് വന്ന ഭാഗം മേൽവശമാക്കുകയാണെങ്കിൽ, മേൽവശം എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ തൊട്ട് താഴത്തെ ഭാഗം, അപ്പോൾ അവിടെ വേറെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ 2ആയിട്ടും മടക്കിയിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗം ഇങ്ങനെ മടങ്ങിയാണ് വരിക. അതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ ആ കട്ട് ചെയ്ത പീസ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അതാവുമ്പോൾ കറക്റ്റ് എത്രയാണ് പോയത് എന്ന് നമുക്ക് മനസ്സിലാവും. അത്രയും തന്നെ യോക്കിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. സംഗതി പരീക്ഷണമാണെങ്കിലും സക്സസ് ആയിട്ടോ, എനിക്ക് ഇഷ്ടമായി, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടും. സ്റ്റിച്ച് ചെയ്യാനും വളരെ സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ വരച്ചെടുത്തുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഫൈനൽ ലുക്ക് ഇതിങ്ങനെ കിട്ടണം, അതാണ്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ഡിസൈൻ നീളം വന്നോ വട്ടം പോകണോ, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അത്രയും ഭാഗത്ത് ഒത്തിരി തുണി വേണ്ടല്ലോ, നമുക്ക് ഏകദേശം ആ റൗണ്ടിന് കുറച്ച് കൂടുതലിട്ടിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ്, കാരണം ഒത്തിരി തുണിയുടെ ആവശ്യമില്ല. നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, വരച്ചതിൻ്റെ അത്രയും തന്നെ നമുക്ക് മതിയാവും. അങ്ങനെ ഈ തുണി നമ്മൾ പിന്നെ കട്ട് ചെയ്ത് ഓരോന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി സ്ലീവും കൂടി കട്ട് ചെയ്യണം. അങ്ങനെ സ്ലീവും കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ആണ്, കട്ടിങ് കഴിഞ്ഞു, സ്റ്റിച്ചിങ് ആണ്. ഇനി ഇത് ഇത്രയും ഭാഗമാണ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ആ പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗത്തുനിന്ന് എനിക്ക് സ്ലീവിന് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കഷ്ടി കുറച്ച് ഭാഗം കിട്ടുള്ളൂ, ബാക്കി ആ ഡോട്ട് വരും, അതെനിക്ക് വേണ്ട. അപ്പോൾ അതിൽ നിന്ന് ഒരു കണക്കിന് ഞാൻ സ്ലീവിന് കട്ട് ചെയ്യാണ്. അല്ലൂസ് ഇങ്ങനെ തെരാപ്പാരാ നടക്കുന്നുണ്ട്, കാരണം അവൻ്റെ ഒപ്പം ഞാൻ ഫുൾ ടൈം കളിച്ച് നടക്കണം. അതാണ് ഇത്. കുറച്ച് നേരം ഞാൻ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവന് മൊത്തത്തിലൊരു ഇതാണ് കേട്ടോ. എനിക്കും അത് തന്നെ ഇഷ്ടം, കാരണം അവൻ്റെ ഈ പ്രായത്തിൽ ഞാനല്ലേ ഉള്ളൂ അവന് കളിക്കാനായിട്ടൊക്കെ. പിന്നെ അവന് ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചേച്ചിയുടെ 2 മക്കളുണ്ട്, പക്ഷെ അവരിപ്പോൾ വെക്കേഷനായിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആളിങ്ങനെ മൂഡ് ഓഫ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം എൻ്റെ കൈയുടെ അളവ് വെച്ചിട്ട് ഒരു 9 ഇഞ്ച് വിട്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു 9 ഇഞ്ചിൽ നിന്ന് പിന്നെ ഒരു 3 ഇഞ്ചോളം താഴത്തേക്ക് ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇതുപോലെ ചരിച്ച് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്. നമ്മുടെ ചിറ്റ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, പക്ഷേ ചിറ്റയ്ക്ക് കാലിന് സുഖമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനോ ചിറ്റയ്ക്ക് ഇങ്ങോട്ട് വരാനോ പറ്റുന്ന ഒരവസ്ഥയല്ല സിറ്റുവേഷൻ. വെച്ചാൽ ട്രാവലിംഗ് ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് കാരണമാണ് അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്.
നമ്മുടെ ചാനൽ എന്തെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആയി കഴിയുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ എന്താ പറയുക, ബെസ്റ്റ് ഫെയറിനുള്ളൊരു പോക്കറ്റ് മണിയെങ്കിലും ഉണ്ടല്ലോ പോയി വരാൻ. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷനൊക്കെ ആയി കഴിയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ചിറ്റയ്ക്ക് 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ചിറ്റ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ 2 പേരും കൂടി ശ്രമിച്ചാലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് 2 കൂടി പറ്റില്ല. പിന്നെ നമ്മുടെ അല്ലൂസാണെങ്കിൽ ഏത് നേരം വേണമെങ്കിലും അലമ്പുണ്ടാക്കും. അപ്പോൾ അതൊക്കെ കാരണമാണ് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചടപടേന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ സ്ലീവും കൂടി കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടി കേട്ടോ. നമ്മുടെ മെഷീൻ കുറച്ച് നീങ്ങി, നമ്മുടെ മെഷീൻ്റെ പ്ലഗിൻ്റെ അവിടെ TV വെച്ചേക്കാണ്. അപ്പോൾ അത് കാരണം മെഷീൻ കുറച്ചും കൂടി നീക്കി ഇടണം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി അതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ യോക്കിൻ്റെ താഴെയായിട്ട് വരുന്ന പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 സൈഡും ബോർഡറുള്ള സാരി ആയതുകൊണ്ട് ഒരു സൈഡിലെ ബോർഡർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു, ബാക്ക് നെക്ക് കട്ട് ചെയ്തു, യോക്ക് പാർട്ടിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു. ഇപ്പോൾ താഴത്തെ യോക്ക് കഴിഞ്ഞിട്ടുള്ള പ്ലീറ്റ് ഇടുന്ന ഭാഗത്തെ 2 സൈഡ് ഇതുള്ളതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റാണ് ബോർഡർ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനൊക്കെ വലിച്ച് നീക്കിയിടാണ് കേട്ടോ. മെഷീൻ ഒരു സൈഡിൽ ജനലിൻ്റെ അവിടെ ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വലിച്ച് നടുക്കോട്ട് ഇടുകയാണ്. അവിടെ ഒരു പ്ലഗ് ഉണ്ട്, അപ്പോൾ അവിടെ കുത്തിയിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വലിച്ച് നീക്കി എടുക്കുകയാണ്. എനിക്ക് ഈ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലൂസ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ പ്രായം അതല്ലേ. അവനെന്നല്ല, എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും ഒറ്റയിരിപ്പിന് തീർക്കണം. അതല്ലാത്ത പക്ഷം എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ പോയാൽ പിന്നെ ഞാൻ തയ്ക്കേയില്ല. ആ ഒരു സംഭവം പകുതി സ്റ്റിച്ച് ചെയ്തത് ആ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ടത് മാറ്റി വെച്ചേക്കും. പിന്നെ ഞാൻ സംഭവത്തിൽ തൊടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അല്ലൂസൊക്കെ ഒരുവിധം വലുതായി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പുറത്ത് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകും. അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലോ അല്ലൂസിനൊക്കെ നോക്കി. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് സ്റ്റിച്ചിങ് നേരത്തെ അറിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായില്ല. സ്റ്റിച്ച് ചെയ്യും, പക്ഷേ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം എന്ന് ഉണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന്. കാരണം വീട്ടിലെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയ ഒരു പ്രൊഫഷൻ ഇതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴത്തെ യോക്കിൻ്റെ താഴത്തെ ഭാഗം പ്ലീറ്റിട്ട് തയ്ക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഭയങ്കര സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ആരെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ടിരിക്കുന്നവരുണ്ട് എങ്കിൽ ഇതുപോലത്തെ പഴയ സാരികളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോ, അടിപൊളിയായിരിക്കും. ഫൈനൽ ലുക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ആ ലുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടിപ്പോവും. അങ്ങനെയാണ് നമുക്കൊരു ഇഷ്ടം വരിക സ്റ്റിച്ചിങ്ങിനോട്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത സംഭവം നമ്മൾ തന്നെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആയിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. ഈ പ്ലീറ്റ് ഇടുന്ന എന്തൊരു വസ്തുവും സ്കേർട്ട് ഒക്കെ നമുക്ക് കറക്റ്റ് അരവണ്ണത്തിൽ കിട്ടണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ ഡബിൾ തുണി എടുക്കണം. ഓക്കെ, നമ്മൾ വട്ടത്തിൽ അളവെടുക്കുക, നമ്മുടെ അരവണ്ണം അതിൻ്റെ ഡബിൾ എടുക്കുക തുണി. അപ്പോൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ അരികത്തൂടെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചുറ്റിനും എടുക്കണം. അപ്പോൾ അങ്ങനെ ചുറ്റിനും എടുത്തതിന് ശേഷം അതിൻ്റെ അരികെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിടണം. അങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അല്ലൂസ് കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തിരുന്നിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അത് കാരണം നമ്മുടെ ഈ സൗണ്ടിൽ വലിയ ഉഷാറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതേ നമ്മളിത് ഇതുപോലെ മറിച്ചടിച്ച് പതിപ്പിച്ചടിക്കുകയാണ് കേട്ടോ. പതിപ്പിച്ചടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മറ്റേ ആ മുന്താണിയുടെ ഭാഗം അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യും. എൻ്റെ ആ ക്ലിപ്പ് മിസ്സായിട്ടോ. ഇതിൻ്റെ ഇടയിൽ അല്ലൂസ് വന്ന് അലമ്പുണ്ടാക്കിയപ്പോൾ ഞാൻ അവനെ ഒന്ന് സെറ്റാക്കാനായിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവൻ അലമ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗം ഞാൻ നേരത്തെ മറിച്ചടിച്ചു എന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴാണ് ശരിക്കും മറിച്ചടിക്കുന്നത് കേട്ടോ, പതിപ്പിച്ചടിക്കുന്നത്. അപ്പോൾ പതിപ്പിച്ചടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തിൽ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ നെക്കിൻ്റെ സെയിം അളവിൽ, അതിൻ്റെ മേളിലേക്ക്, ആ വരച്ചതിൻ്റെ മേളിലേക്ക് ഈ നെക്ക് ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ജസ്റ്റ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ യോക്ക് പാർട്ട് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി ആ ഒരു ഭാഗം. അപ്പോൾ അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ
ഗ്യാപ്പിലേക്ക് ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് പതിച്ചടിക്കുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ നെക്കിൻ്റെ കട്ട് ചെയ്ത് ആ ഒരു അളവ് നമ്മൾ ചോക്കിന് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വരച്ചതിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ അരികിലൂടെ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക, പതിപ്പിച്ചടിക്കുക, അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിലത്തെ 1/4 പരിപാടിയും കഴിഞ്ഞു. ഇനി 2 അരികെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് അടിച്ച് കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് പാർട്ടിലത്തെ മുഴുവൻ പണിയും കഴിഞ്ഞു. സ്ലീവ് അടിച്ച് കഴിഞ്ഞിട്ട് 2 സൈഡും അരികടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യോക്കിൻ്റെ താഴത്തേക്കുള്ള ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പ്ലീറ്റ് ഇട്ട് ആദ്യം തയ്ച്ചത്, അത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഷേപ്പ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. സത്യം പറയണമെങ്കിൽ ചടപടേന്ന് കാര്യങ്ങൾ തീരും. അങ്ങനെ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് അടിക്കുകയാണ്. സൈഡും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 പരിപാടിയും കഴിഞ്ഞു. ഇനി താഴ്ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ എന്നെ പോലെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിതേ ഒരുമിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ആ രീതിയിലൊന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ഒരു പൊളി വൈബായിരിക്കും അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ അല്ലൂസിൻ്റെ പുറകെയുള്ള ഓട്ടവും വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്വയം സന്തോഷം കണ്ടെത്താറുള്ളത് കേട്ടോ. പിന്നെ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ അല്ലൂസ് ചെറുതല്ലേ, അവൻ ഒന്നുകൂടി വലുതായിട്ട് വേണം അങ്ങനെ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിങ്ങനെയാണ്. നമ്മുടെ ചേട്ടനൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എനിക്കിതുപോലത്തെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ച് തരാമെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.